കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില പാർട്ടികളുമെല്ലാം വലിയ രീതിയിലുള്ള ആവേശ പ്രചരണം ഇലക്ഷൻ കഴിഞ്ഞ ആ നിമിഷം മുതൽ ആരംഭിക്കുകയുണ്ടായി. അതിന് അവർ പറഞ്ഞ കാര്യം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവായിട്ട് പറഞ്ഞുകൊണ്ടാണ് 100+ UDF ഭരണത്തിലേക്ക് പോകുന്നു എന്ന പ്രചരണ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ പ്രചരണത്തിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. SIRന് മുമ്പ് 2.84 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം 2.17 കോടി വോട്ടർമാരായാണ് അത് ചുരുങ്ങിയത്. അവരിൽ 78.27% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കണക്ക് പുറത്ത് വിട്ടിരിക്കുകയാണ്. 2020-21 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം SIRന് ശേഷം കുറയുകയാണ് ഉണ്ടായത്. അതായത് 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം തീവ്ര പരിഷ്കരണത്തിന് ശേഷം കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നടത്തും 94 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ കുറഞ്ഞത്, അത് വലിയ നമ്പറാണ്, 47,647 വോട്ടർമാരുടെ കുറവുണ്ടായത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന വോട്ടർമാർ ഏറ്റവും അവസാനം പുതുക്കിയ വോട്ടർ പട്ടികയിൽ ആ വോട്ടർ പട്ടിക നിലവിൽ വന്നിട്ടും 71 മണ്ഡലങ്ങളിൽ, എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 21നേക്കാൾ പോളിംഗ് കുറയുകയാണ് ചെയ്തത്. രണ്ടായിരത്തി 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 2.09 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോഴത് 2.08% കുറഞ്ഞു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വോട്ടിൻ്റെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. അസാധാരണമായ വോട്ട് വർധനവുണ്ടായി എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് UDFകാരും BJPക്കാരും ഇവിടെ രണ്ട് മുന്നണിയും വലിയ രീതിയിലുള്ള പണക്കൊഴുപ്പ്, പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണ് എന്ന് കാണാൻ കഴിയും. അതിൽ പണമുണ്ട്, കിറ്റുണ്ട്, സാരിയുണ്ട്, മറ്റു പല സാധനങ്ങളുമായി ഈ രണ്ട് വിഭാഗവും
ശക്തിയായിട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ചില വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള വോട്ട് പണം കൊടുത്ത് പിടിക്കുന്നത് നേരിട്ട് കാണുന്നൊരവസ്ഥ അതുവരെ കേരളത്തിൽ കാണുകയുണ്ടായി. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് LDFന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതിതീവ്രമായ ചൂടിന് അവർ വ്യാപകമായി ജനങ്ങളെ കാണാനും തുടർച്ചയായി സ്ക്വാഡ് പ്രവർത്തനം നടത്താനുമൊക്കെ അഹോരാത്രം ജോലി ചെയ്യുന്ന നില ഉണ്ടായി. ജോലിയെല്ലാം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്ന വെയിലത്ത് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരെല്ലാം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനത്തിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് നടപ്പിലാക്കിയ നേട്ടങ്ങളും വർഗീയ സംഘർഷങ്ങളില്ലാത്ത സൗഹാർദ്ദപരമായ അന്തരീക്ഷം, മതനിരപേക്ഷത സൃഷ്ടിച്ച കേരളത്തിൻ്റെ പശ്ചാത്തലവും വളരെ വലിയ മതിപ്പോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തുടരണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ അംഗീകാരം നൽകുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2016 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 90-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി. കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ കാര്യം കഴിഞ്ഞ ഈ മാസം 9-ന് ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദാരിദ്ര്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അംഗീകാരം അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിനി ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തതാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വലിയ അവകാശവാദമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF നേതാക്കളും ഒപ്പം ചില മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഈ വിശ്രമ ഒഴിവ് സമയത്ത്
അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പ് തന്നെ UDFകാർ മന്ത്രിസഭാ രൂപീകരണം പോലും സാങ്കല്പികമായി നടത്തി കഴിഞ്ഞതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കുവെക്കും എന്ന കാര്യം അന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മന്ത്രിമാരുടെ ലിസ്റ്റും പേഴ്സണൽ സ്റ്റാഫിൻ്റെ അംഗങ്ങളുടെ റിക്രൂട്ട്മെൻറ്റുമെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടെല്ലാം അന്ന് പുറത്തു വന്ന വിവരങ്ങളായിട്ട് നമ്മളെല്ലാം അറിഞ്ഞതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 99 സീറ്റ് നേടി LDF അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇപ്രാവശ്യവും ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ അവസാനം വെടിനിർത്തി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി എന്നൊക്കെ തീരുമാനിച്ച് വാർത്താമാധ്യമങ്ങളിൽ തന്നെ അത്തരം വിവരങ്ങൾ നൽകുന്ന സ്ഥിതി ഞാനും നിങ്ങളെല്ലാം കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള ഏജൻസിയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. 20,000-ലധികം പേർ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തവരായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു കേസ് നിലവിലുണ്ട്. എത്ര പേർക്കാണ് ബാലറ്റ് പേപ്പർ കൊടുക്കാതിരുന്നത്, വോട്ട് ചെയ്യാതിരുന്നത് എന്നതിൻ്റെ കൃത്യമായ കണക്ക് പോലും ഇലക്ഷൻ കമ്മീഷന് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായും അതിൻ്റെ അടുത്ത സിറ്റിങ്ങിൽ ഈ കണക്കിൻ്റെ വിശദാംശങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20,000-ലധികം പേർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനായില്ല എന്നുള്ള പ്രശ്നം ഗുരുതരമായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അതുപോലെ NCC, സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയ NSS മേഖലയിലൊക്കെയുള്ള പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ടുള്ള വളണ്ടിയർമാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് അവകാശം ലഭ്യമായില്ല എന്ന പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വോട്ടവകാശം ലഭിച്ച എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം അനുവദിക്കണം. അത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഹൈക്കോടതിയിലുള്ള കേസ് സ്വാഭാവികമായും സാങ്കേതികത്വം പറഞ്ഞ് വോട്ട് നിഷേധിക്കാതെ കോടതി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ ഭരണഘടനാ ലംഘനം ഒഴിവാക്കാൻ, അവസാനിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ, ഡെൻ്റൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് മരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു വലിയ പ്രതിഷേധം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് കുടുംബം ഉയർത്തുന്ന പ്രശ്നം. എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി പറയാനുള്ളത്.
90 ഞാൻ പറഞ്ഞിട്ടില്ല. 90 ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്. അത് രണ്ടും രണ്ടല്ലേ. 90-ൽ കൂടുതൽ സീറ്റോടുകൂടി കഴിഞ്ഞ 2 പ്രാവശ്യവും കിട്ടിയതുപോലെ ഇപ്രാവശ്യവും അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ അതുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിൽ അതില്ലല്ലോ. അതെ, 90 ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വിശദീകരണം നടത്തേണ്ട കാര്യം എന്തായാലും. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ധാരണ, ഭാഷ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എത്രത്തോളം ഉണ്ടോ ആ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതാണ്. 90-ന്റെ മേലെ, 90-ന് മുകളിൽ. അത് 2 പ്രാവശ്യം അങ്ങനെയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ അതിനായിരുന്നു, 2016 തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു. 90-ൽ കൂടുതൽ സീറ്റ് നേടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നത്. ഇപ്രാവശ്യവും അതേപോലെ അധികാരത്തിൽ വരും എന്നാണ് പറഞ്ഞത്. വിശദീകരിക്കാൻ പറ്റില്ല. BJPക്ക് ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ. തിരിച്ചടി അല്ല, അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണല്ലോ ഞങ്ങൾ അവിടെ ഞാൻ നേരത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചില്ല, ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തില്ലോ. ഈ എരിപുരി കൊള്ളുന്ന വെയിലത്ത് ഞങ്ങളുടെ സഖാക്കൾ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ പല പ്രാവശ്യം അവർ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള കള്ള നുണ പ്രചരണത്തെയും അഭിമുഖീകരിച്ചത് ഞങ്ങളുടെ 10,000-കണക്കിന് സഖാക്കളുടെ നാപ്പുണ്ട്. അത് ഓരോരുത്തരും വീട് കയറിയിട്ട് തന്നെയാണ്. മണ്ഡലം കമ്മിറ്റി മെമ്പർമാരും ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഉൾപ്പെടെ ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തകരാകെ പല പ്രാവശ്യങ്ങളിലായിട്ട് വീട് കയറി അവരോട് സംസാരിച്ച് കൃത്യതയോടുകൂടി ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളവരോടാണ് ഞാൻ ആദ്യം നന്ദി പറഞ്ഞത്. അവരെയാണ് ഞാൻ അഭിവാദ്യം ചെയ്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം സംഘടനാപരമായിട്ട് കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. അതാണല്ലോ വനവാസത്തിലേക്ക് പോകുന്നൊക്കെ അദ്ദേഹം പറയുന്നത്. 100 സീറ്റ് 100+ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, രാഷ്ട്രീയ പ്രവർത്തനമാണ്, അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളും. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDF-ന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. ഞാനൊന്നുമല്ല, പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ അതിൻ്റെയൊക്കെ തർക്കം പറയുന്നുണ്ട് പറയാൻ. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. വസ്തുനിഷ്ഠമായിട്ട് ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളത് 9-ാം തീയതി തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോട് നമ്മളെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുന്ന പണി മാത്രമേ 4-ാം തീയതി ഉള്ളൂ. അതിനിടയിൽ അവലോകനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ വ്യക്തമായ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതെ, അല്ല, സംശയത്തോടെ കണ്ടത് ഇപ്പം നീക്കാനായിട്ടില്ല. കാരണം നിരവധി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. 47,647 വോട്ട് തിരുവനന്തപുരത്ത് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടത് പോയത് തന്നെയല്ലേ. അത് എല്ലാം നിർജീവമായിരിക്കില്ല, നിർജീവ വോട്ടും ഉണ്ടാവും. പക്ഷെ നിർജീവല്ലാതെ വോട്ട് ഉണ്ടായിട്ടും പോളിംഗ് യഥാർത്ഥത്തിൽ ശതമാനമല്ല, പോളിംഗിൻ്റെ എണ്ണം, നമ്പർ ഓഫ് വോട്ട്സ് വർദ്ധിച്ചില്ല. അതാണ് ചിത്രം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളൊക്കെ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഒരേപോലെ കേരളത്തിലുടനീളം ഉണ്ടായി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല. അവർ ഒരു കാര്യമുണ്ട്, ഈ SIR പ്രശ്നം വന്നപ്പോൾ എന്തായാലും വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വാശി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ UDF-ന് അനുകൂലമായിട്ടാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കഴിയില്ല. എങ്ങനെ അവകാശപ്പെടാനോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല അതുണ്ടായതെന്ന് മാത്രം. അതെല്ലാം കൂടി ചേർത്തിട്ടില്ലേ ഞാൻ ഈ പറഞ്ഞ വിജയം നേടുന്നത്.
വലിയ വലിയ വിജയം നേടുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജയിച്ച് കയറുന്നു തന്നെയല്ലേ? അതിലെന്താ സംശയമുള്ളത്? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന് മാത്രമല്ല ഗവൺമെൻറ് തുടരണമെന്നാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത് കൃത്യമായിട്ട് ഫീൽഡിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, ജനങ്ങളുമായിട്ട് സംവേദിച്ചവർക്ക് മനസ്സിലാവും. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി മുതൽ തന്നെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമല്ല, നിരവധി പ്രാവശ്യം കയറിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരോട് സംവേദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്, ധാരണകളുണ്ട്. അവിടെയൊന്നും ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ് തുടരേണ്ടതാണ് എന്നുള്ളതിനാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗം, അധ്വാനിക്കുന്ന സാധാരണ ജനവിഭാഗം, അവരെല്ലാം ഈ ഗവൺമെൻറ്റിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് വോട്ടിങ്ങിലും ശരിയായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. അല്ല, മത്സരം വരാതിരിക്കില്ലല്ലോ, മത്സരം സ്വാഭാവികമല്ലേ. ഇല്ല, കടുക്കുന്ന രീതിയിലൊന്നും പോയിട്ടില്ല. പോയിട്ടല്ലേ ഇത് പറയുന്നത്. ആ മത്സരത്തിന്റെ എല്ലാം കടുപ്പം മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പം പറയുന്നത്. മത്സരം ഇല്ലല്ലോ, നല്ല മത്സരം നടന്നിട്ടുണ്ട്. മത്സരം നടന്നിട്ട് തുടർച്ചയിലാണ് ഞങ്ങൾ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരു മണ്ഡലവും ജയിക്കൂല, ഒരു മണ്ഡലത്തിലും അവർ ജയിക്കില്ല. എന്താ ഈ കടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഞാൻ മലയാളത്തിലല്ലേ ഞങ്ങളോട് സംസാരിക്കും. പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം തന്നെ. ജയിക്കൂലെന്നല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ എന്താ കടുപ്പം? ഒരു മത്സരവും ഇല്ല. ആട്ടെ, ഭൂരിപക്ഷം ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. അതെ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യാഖ്യാനിക്കാം, വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞു പഠിച്ച കുറെ ആളുണ്ട്. എന്ത് കിട്ടാൻ? ഇത് നിങ്ങൾ ചെയ്തല്ലേ? അതെ, പിന്നെ അതിന് ഞാൻ ഉത്തരം പറയണ്ടേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അത്ര നിങ്ങൾ എഴുതിയ മാനസികമായി കണക്ക് കൂട്ടണമെന്ന് എനിക്ക് മറുപടി പറയാനില്ല. ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ വിമതമായിട്ട് നിന്ന് മത്സരിച്ച എല്ലാ നിയോജകമണ്ഡലത്തിലും വിമതന്മാർ തോക്കും. വിമതന്മാരില്ല, അവിടെ UDF ആണുള്ളത്. UDF തോക്കും. അത് പറഞ്ഞാലേ അസംബന്ധം പറയുന്നതാണ്. അതിന് വേറെ വർത്താനൊന്നുമില്ല. ഞാൻ വാർത്താ സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും യോഗത്തിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താ കുഴപ്പമുള്ളൂ? റിയൽ കേരള സ്റ്റോറി തന്നെയാണത്. അതിലാണ് ഞങ്ങൾ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. അത് നിയമപരമായ പ്രശ്നമില്ല, അത് പോയി കയറിച്ചോട്ടെ. എല്ലാം പരിശോധിച്ചിട്ടാണ്. അതെല്ലാവരും കേക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പങ്കെടുക്കുന്നതിന് വേറെ എന്താ നോക്കേണ്ട കാര്യമുള്ളത്? അതായത് കേരളത്തിൽ പിന്നെ എന്താ സംശയം? ഇപ്പോഴും ഞാൻ അതിനെയാ പറയുന്നത്. അത് എന്തിനാ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം? പോലീസ് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾ കയ്യിൽ അത് തർക്കം അന്നുമില്ല. കേസല്ലോ എത്ര വയസ്സ്? എത്ര ആദ്യത്തെ കേസാണോ ഇത്? എത്രയൊക്കെയോ കേസ്, ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ കേസ് അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് കേസ് വരുമ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസുകൾ നമ്മളൊന്ന് ഒക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് പക്വമായ ഇടപെടലാണ്. കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും, അച്ഛനും കൂടിയാ പോയെ. അച്ഛൻ കൊടുത്ത രേഖയാണ് അവരുടെ രേഖയെല്ലാം. ആ രേഖകളിലെല്ലാം പ്രായപൂർത്തിയായിട്ടുണ്ട്. അവരുടെ കയ്യിലുള്ള രേഖ എന്ന് പറയുന്നത് 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ആധാറാണ് ഒന്ന്, മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്ന പാൻ കാർഡാണ്. ഇതിലൊക്കെ ഒരേ ഡേറ്റാണുള്ളത്. അത് 5-ാമത്തെ വയസ്സിലെടുത്ത ആദ്യത്തെ ഈ രേഖയാണുള്ളത് അവരുടെ കയ്യിൽ. ഒക്കെ അവർ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ രജിസ്ട്രേഷന് വേണ്ടി അവർ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും പരിശോധിച്ചതാണ്. അതിൽ ഞങ്ങൾക്ക് എന്താ തർക്കമില്ല. പട്ടികജാതിയാണോ പട്ടിക വർഗമാണോ?
വർഗ കമ്മീഷനാണ്. അവരുടെ ഇപ്പോഴത്തെ ഒരു നടപടി അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി നടപ്പിലാക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കതിൽ യാതൊരു സംശയമില്ല. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടിയാണ് കേട്ടോ. സംഘപരിവാറാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് അവർക്ക് അത്ഭുതമാണ്. അവർക്ക് ഇവിടുത്തെ ഇപ്പോൾ തന്നെ ഭയങ്കര ഭീഷണിയുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്നു പോലീസ് സ്റ്റേഷനിൽ പോയി അവരുടെ അംഗീകാരത്തോടുകൂടി ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവരെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരി എന്നാണ് അന്നും ഇന്നും ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും ഇവരാരെങ്കിലും സംഘപരിവാറോ ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളെല്ലാം മാളത്തിൽ ഇങ്ങനെ ഒളിക്കും എന്ന തിരിച്ചറിയുന്ന അവർക്ക് ഉണ്ടാകേണ്ട. നല്ല ശരിയായ നിലപാട് തന്നെയാണ്. അത് ഇനിയും തുടരും. ഇതേപോലെ ഉള്ളതിനെയൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ശരി. നിങ്ങളൊക്കെ പലതും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ, നിയമമണ്ഡലത്തിൽ അടുത്ത കഴിഞ്ഞിട്ട് വേണ്ടി ജയിക്കും. രണ്ടാമതാരാന്നാ നിങ്ങളുടെ ധാരണ? അല്ല നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ 2000-3000 ആരാന്നാ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞു? അല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു. ഞാൻ പത്രക്കാർക്ക് വേണ്ടി പറയാം. എന്നാ പത്രസമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് തെറ്റായ ഒരു സമീപനമായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അത് ബിജെപിക്കാരല്ല. പിന്നെ ആരാ UDF അല്ലാണ്ട് പിന്നെ ആരാത് ഇങ്ങനെ ഉന്നയിച്ചു? ഏത് സമൂഹം എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സമൂഹം ആവശ്യമില്ലാതെ ആളാളാ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റാതെ കൊണ്ട് സമൂഹത്തിന്റെ പേരിലിടുക. അങ്ങനെ ഒരു സമൂഹത്തിന്റെ പേരിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉയർത്തി കാണിച്ചിട്ടില്ലല്ലോ ഇവിടെ കേരളത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ ഉയർത്തി കാണിച്ചത്. പിന്നെ പ്രതീകാത്മകമായിട്ട് മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് വരുമ്പോൾ പിണറായി തന്നെ വരും. പിന്നെ വേറെ ആർക്കും പറയാൻ പറ്റുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പിണറായി അല്ലാണ്ട് വേറെ ആരെയാ പറയാൻ പറ്റുക? അല്ല പിന്നെ ആരാ കുറച്ച് കേട്ട് അന്നേരം നമ്മളെല്ലാം ഉൾപ്പെടുത്താം. തിരക്ക് പിടിക്കണ്ട. ഇപ്പൊ പിണറായി തന്നെയാണ് അതിന് മുമ്പിൽ. അപ്പൊ പിണറായിന്റെ തന്നെ വോട്ട് മതി. അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തീരുമാനിക്കും. രണ്ടും മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് ഞാൻ തീരുമാനിച്ചില്ല. അത് അന്ന് തീരുമാനിക്കുകയുള്ളൂ. അത് എനിക്ക് മനസ്സിലായി. മലയാളത്തിലെ ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അംഗീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം. പിന്നെ വ്യക്തിപരമായ കേന്ദ്രീകരണം ചെയ്യുന്നതില്ല. ശരി. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. എതിരായിട്ടും അനുകൂലമായിട്ടും ഒക്കെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചതിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള നല്ല ആരോഗ്യകരമായ പോരാട്ടമായിരുന്നു ഈ പ്രാവശ്യം പൊതുവെ നടന്നത്. അതിന് എല്ലാ മാധ്യമങ്ങളോടും ഞാൻ നേരത്തെ നമ്മുടെ സഖാക്കളോട് നന്ദി പറഞ്ഞ പോലെ കേരളത്തോടാകെയും നന്ദി പറയുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകരോടും നന്ദി അറിയിക്കുക.